ആ ഖത്തീബ് തിരിച്ചു വരുന്നു. തോൽപ്പിച്ചവർക്ക് ഇനി തലവേദന കൂടും. പഴയ വൈരാഗികളിൽ പ്രമുഖർ ഇപ്പോൾ ഉസ്താദിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിലാണ്. പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ മഹലിൽ ഖത്തീബിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിച്ചപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പബ്ലിക് വോട്ടെടുപ്പ് നടത്തുകയും ഖത്തീബിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്ത സംഭവം നാം മറന്നിട്ടില്ല. 7 വോട്ടുകൾക്കാണ് അന്ന് ഖത്തീബും അന്ന് അനുകൂലിക്കുന്ന വിഭാഗം പരാജയപ്പെട്ടത്. അതോടെ ഖത്തീബിന് ആ മഹലിൽ നിന്ന് പോകേണ്ടി വന്നു. വീണ്ടും ഉസ്താദിനെ മഹലിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമമാണ് പിന്നീട് അണിയറയിൽ നടന്നത്. അതിനായി ഉസ്താദിന്റെ എതിർദിശയിലുണ്ടായിരുന്ന 2 പ്രമുഖരെ പല തവണകളായി അവരെ സമീപിച്ചുകൊണ്ട് ഉസ്താദിനെ അനുകൂല നിലപാടെടുക്കാനാണ് അനുകൂല വിഭാഗം ശ്രമിച്ചത്. അതേറെ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉസ്താദിന് ഈസിയായി ജയിക്കാൻ പറ്റും. അനുകൂല വിഭാഗം അതാണ് കരുതുന്നത്. അങ്ങനെയാണ് ഉസ്താദിനെ വീണ്ടും മഹലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി വരുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്. അല്ലേ? അപ്പോ പള്ളിന്റെ അടുത്താണ് വീട്. പള്ളിന്റെ അവിടെ കുറെ സ്ഥലമുണ്ട്. എങ്ങനാ നമ്മുടെ പള്ളിന്ന് ഇവിടുന്ന് ഒരു റെയിൽവേ